ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ അനീഷും ജിസേലും തമ്മിലൊരു ഡിസ്കഷൻ നടക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താ നേരത്തെ എണീറ്റേന്ന് അനീഷ് ചോദിക്കുന്ന സമയത്ത് ജിസേല് പറയുന്നു, ഞാൻ ബാത്റൂം ടീം അല്ലേ, ബാത്റൂമിനെ സുന്ദരിയാക്കി, ഇത് ഞാൻ സുന്ദരിയായി. അപ്പൊ അനീഷ് പറയുന്നുണ്ട് ചിലപ്പോ ഇന്ന് മമ്മി വരും. മമ്മി വരുന്നത് സന്തോഷമുണ്ട്, പേടിയുണ്ട്, കാരണം മമ്മി എന്നെ കേൾപ്പിക്കും എന്ന് ജിസേല് പറയുന്നു. ഇന്ന് ആര്യന്റെയും അമ്മ വരും, ജിസേലിന്റെ അമ്മ വരും, കാരണം നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നു. ഞങ്ങൾ ഫ്രണ്ട്സ് ആണ്, പക്ഷെ ഞങ്ങളുടെ അമ്മമാര് ഫ്രണ്ട്സ് അല്ലല്ലോ, ടി വിയിൽ പലതും കണ്ടു കാണില്ലേ, ടി വിയിൽ എന്ത് കണ്ടു എന്നാണ് ജിസേല് പറയുന്നത്. ഓരോ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായില്ലേ, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അറിഞ്ഞൂടെ ജിസേൽ, എനിക്ക് നിങ്ങളുടെ ഒരു പ്യുവർ ഫ്രണ്ട്ഷിപ്പ് ആയിട്ടാണ് ഫീൽ ചെയ്തിരിക്കുന്നതെന്ന് അനീഷ് പറയുന്നു. അപ്പൊ ജിസേല് ഫ്രണ്ട്ഷിപ്പ് നഷ്ടമായെന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ലക്ഷ്മിയുമായിട്ട് ആര്യൻ കമ്പനി ആയതിൽ പിന്നെയാണ് ജിസേലിനെ ഒഴിവാക്കിയത് എന്നുള്ളത് ഷാനവാസും അക്ബറും മെനഞ്ഞെടുത്ത ഒരു നരേറ്റീവാണ് കേട്ടോ. അതിനെപ്പറ്റി വേറെ തന്നെ നമുക്ക് സംസാരിക്കാം. എന്നിട്ട് ജിസേൽ അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് അവനും ലക്ഷ്മിയും തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇഷ്ടമില്ല. പിന്നെ ഇന്നലെ നടന്ന ഒരു സംഭവത്തെ പറ്റി പറയുന്നുണ്ട്, അത് വേറെ ആയിട്ട് നമുക്ക് പറയാം. അപ്പൊ ഈ രീതിയിൽ ജിസേൽ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് എപ്പിസോഡിന്റെ ലാസ്റ്റ് ജിസേൽ ഈ പറഞ്ഞതൊക്കെ അറം പറ്റുന്നത് പോലെയാണ് കാണിക്കുന്നത്. ജിസേലും ആര്യനും മാറിക്കിടക്കാനായിട്ട് തീരുമാനമെടുത്തിരിക്കുകയാണ്. മാറിക്കിടക്കുന്നുണ്ടോ എന്നുള്ളത് ലൈവിൽ കണ്ടറിയാം. അപ്പൊ ഞാൻ ശരിക്കും ഇതൊന്നും അല്ല പറയാനായിട്ട് വന്നത്, വിഷയം പറയുന്ന കൂട്ടത്തിൽ ഇതങ്ങ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഈ അനീഷ് എന്തൊരു പാവമാണല്ലേ, ഒരു ഗെയിമർ എന്നതിന് അപ്പുറത്തേക്ക് ഒരു മനുഷ്യനുമായിട്ട് ഇത്രയേറെ ഒരു കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ്. സത്യസന്ധമായിട്ട് പറയുകയാണ്, വലിയ സ്ത്രീവിരുദ്ധനാണെന്ന് പറഞ്ഞ് ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു മത്സരാർത്ഥിയാണ് അനീഷ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പക്ഷെ എന്ത് നല്ല രീതിയിലാണ്, പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അനീഷ് ഓരോ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത്. ശരിക്കും അഭിമാനം തോന്നുന്നുണ്ട്. ജിസയിലെ ട്രസ്റ്റിനെ മിസ്യൂസ് ചെയ്യരുത് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് അനീഷിന്റെ അടുത്ത്. ഞാൻ ഈ പറയുന്നത് ആരോടും പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് ജിസയില്. അപ്പൊ അനീഷ് പറയുന്ന ഒരു കാര്യം, ഡയറക്റ്റ് ആയിട്ടൊരു കോൺവെർസേഷനിൽ നടക്കുന്ന ഒരു കാര്യവും ഞാൻ വേറൊരാളോട് വിട്ടു പറയില്ല എന്ന്. അത് അനീഷ് വളരെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ്. ഇത്രയും സീസൺസ് കണ്ടിട്ടുള്ളത് വെച്ചിട്ട് ആദ്യമായിട്ടാണ് കുറ്റം പറയാത്ത, മാനിപ്പുലേറ്റ് ചെയ്യാത്ത, ഏഷ്ണി പറയാത്തൊരു കണ്ടസ്റ്റന്റിനെ ഞാൻ കാണുന്നത്. സത്യമായിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ഒരു PR അല്ല, ഒരു തേങ്ങയല്ല, ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് പറയുകയാണ്. വളഞ്ഞ വഴിക്ക് ഗെയിം കളിച്ച് പ്രേക്ഷക പിന്തുണ നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇത്രയും സത്യസന്ധമായി പെരുമാറി അവിടെ ഗെയിം കളിക്കുന്നതിനപ്പുറത്തേക്ക് ജീവിക്കുന്നത് കാണുമ്പോൾ, അതും ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ജീവിച്ചുകൊണ്ടുള്ള ഒരു ഗെയിം കളിക്കുന്നത് കാണുമ്പോൾ അതൊരു അഭിമാനം തന്നെയാണ്. അത് എല്ലാ സാധാരണ ആളുകൾക്കും അതൊരു അഭിമാനമായിട്ടുള്ള കാര്യം തന്നെയാണ്. ജിസേലിനോടുള്ള അനീഷിന്റെ ബോണ്ട് ആണെങ്കിലും ഞാൻ എഴുതി തരാം, ജിസേൽ ഇനി മുതൽ അവിടെ ഏറ്റവും അധികം ട്രസ്റ്റ് ചെയ്യാൻ പോകുന്നത് അനീഷിനെ തന്നെയായിരിക്കും. കാരണം ആ വിശ്വാസം അനീഷ് മിസ്യൂസ് ചെയ്യില്ല എന്ന് ജിസേലിന് ഓൾറെഡി ബോധ്യമായി കഴിഞ്ഞു. അത്രയും നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള ഒരു മനുഷ്യനാണ് അനീഷ്. ഇന്ന് ജിസേലിന്റെ അമ്മ വന്നപ്പോ അനീഷിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ആ രീതിയിൽ ഉള്ളത് തന്നെയാണ്. അപ്പൊ വളച്ചൊടിച്ചും കള്ളം പറഞ്ഞും ഈ ഏഷ്ണി കയറ്റിയും കുറ്റം പറഞ്ഞും അങ്ങനെ ഗെയിം കളിക്കാൻ അനീഷിനെ കിട്ടില്ല. അനീഷ് അങ്ങനെ ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണ് അനീഷിന് ഇത്ര സപ്പോർട്ട് വരുന്നതും. ഇതൊന്നും ഇല്ലാതെയും എങ്ങനെ ഗെയിം കളിച്ച് പ്രേക്ഷകരുടെ സപ്പോർട്ട് നേടിയെടുക്കാമെന്ന് തെളിയിച്ചൊരു കണ്ടസ്റ്റന്റ് ആണ് അനീഷ്.